കേരളത്തിൽ എല്ലാവിടെയും എങ്ങനെയാണോ വിഷു ആഘോഷിക്കുന്നത് അതേ പ്രകാരം തന്നെയാണ് നോർത്ത് മലബാറിൽ ഞങ്ങളും വിഷു കൊണ്ടാടുന്നത്. പക്ഷേ ചില പ്രത്യേകതകളുണ്ടെന്ന് മാത്രം. നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന മാതിരി എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും കണ്ണൂക്കാർക്ക് സദ്യ പൂർത്തിയാവണമെങ്കിൽ എന്തെങ്കിലും ഒരു നോൺ വെജിറ്റേറിയൻ വേണം. ഇവിടെ അതുകൊണ്ട് സാധാരണയായി ഒരു തേങ്ങ അരച്ച ഒരു മീൻകറിയും പിന്നെ വറുത്ത അരച്ച ഇറച്ചിയുടെ ഒരു മസാലക്കറിയും അതാണ് പണ്ടേ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ള ഒരു പ്രത്യേകത, ഞങ്ങൾ ഇവിടെ ഇലയിട്ടിട്ട് ഈ വിഭവങ്ങളെല്ലാം വിളമ്പി എല്ലാം ആയതിനു ശേഷം സദ്യക്ക് ഇരുന്ന് കഴിഞ്ഞ് ചോറ് വിളമ്പുന്നതിന് മുമ്പേ പപ്പടവും പഴവും കുഴയ്ക്കുക എന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് പണ്ട് കാലത്തേ ചെയ്യുന്നതാണ്. ഇലയിൽ 2 പപ്പടം ഉണ്ടാവും. അത് ആദ്യം എടുത്ത് നന്നായി പൊടിച്ചു വയ്ക്കും. എന്നിട്ട് പിന്നെ പഴമെടുത്ത് നന്നായി ഉടച്ച് അതിൽ കുറച്ച് നെയ്യും പഞ്ചസാരയും ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം ഈ പൊടിച്ചു വെച്ച പപ്പടം അതിന് മീതെ വിതറും. എന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് വിളമ്പി എല്ലാവരും സദ്യ കഴിക്കുന്നത്.